ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 3rd വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ചിലെ 3ാമത്തെ ആഴ്ചയിൽ, ഇപ്പോൾ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. അതായത് മാർച്ച് 17 തൊട്ടിട്ട് 23 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം ഒട്ടും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഫിലിം വോൺ ദ ബെസ്റ്റ് പിക്ചർ അവാർഡ് അറ്റ് ഓസ്കാർ 2025? ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത്, ഓസ്കാർ അവാർഡ് നേടിയ സിനിമ ഏതാണ് എന്നാണ് ചോദ്യം. 2025 അല്ലേ? ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് അനോറ. അനോറ വോൺ ദ ബെസ്റ്റ് പിക്ചർ അവാർഡ് അറ്റ് ഓസ്കാർസ് 2025. ഒരു അവാർഡ് മാത്രമല്ല അനോറയ്ക്ക് കിട്ടിയിട്ടുള്ളത്, 1ഉം 2ഉം അല്ല, 5 അക്കാദമി അവാർഡുകളാണ് ഷോൺ ബേക്കറിന്റെ അനോറ എന്ന ചലച്ചിത്രം മാർച്ച് 2-ന് കൈപ്പിടിയിൽ ഒതുക്കിയത്. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ നടന്ന 97ാം ഓസ്കാർ പുരസ്കാര ദിന ചടങ്ങിൽ മികച്ച ചിത്രമായിട്ട് അനോറ തിളങ്ങിയപ്പോൾ സംവിധാനം, എഡിറ്റിംഗ്, തിരക്കഥ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങൾ അമേരിക്കൻ സംവിധായകൻ ഷോൺ ബേക്കറിനെയും തേടിയെത്തിയിരുന്നു. നമ്മളിത് പറഞ്ഞതാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അനോറയിലെ നായിക മൈക്കി മാഡിസൺ മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കിയതോടെ ഇത്തവണ 5 സുപ്രധാന പുരസ്കാരങ്ങളിലാണ് ഷോൺ ബേക്കർ എന്ന 54-കാരന്റെ പ്രതിഭയുടെ വിലാസം പതിഞ്ഞിരിക്കുന്നത്. അല്ലെ? 5, 1-അല്ല, 2-അല്ല, 3-അല്ല, 4-അല്ല, 5 പുരസ്കാരങ്ങളാണ് ഈ കൊച്ചു ചിത്രം നേടിയിട്ടുള്ളത്. അനോറ എന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ സിൻഡ്രല്ല ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കഥയാണ് സിൻഡ്രല്ല എന്ന് പറയുന്നത് അല്ലേ? സിൻഡ്രല്ലയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഷോൺ ബേക്കർ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ വരുന്ന ഈ ചലച്ചിത്ര കാവ്യം ഒരുക്കിയിട്ടുള്ളത്. റഷ്യൻ പ്രഭുവിന്റെ മകനും ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള അനോറയും തമ്മിലുള്ള പ്രണയവും അതിനെ തുടർന്ന് കുടുംബാംഗങ്ങളുമായി ഉണ്ടാകുന്ന സംഘർഷവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കാൻ ചലച്ചിത്ര മേളയിൽ പാംദൂർ പുരസ്കാരം നേടിയാണ് അനോറ ഓസ്കാറിന്റെ വിഖ്യാത വേദിയിൽ മത്സരിക്കാനെത്തിയത്. ഡയറക്ടേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക, പ്രൊഡ്യൂസേഴ്സ് ഗിൽഡ് എന്നിവയുടെ അംഗീകാരങ്ങളും അനോറയും ബേക്കറും നേടിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ഡ സിനിമകൾ അരങ്ങുവാഴുന്ന ഹോളിവുഡിന്റെ പതിവ് ശീലങ്ങളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാണ് ബേക്കർ അനോറയെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ സിനിമയുടെ സംവിധായകൻ ഷോൺ ബേക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ ചിത്രത്തിലൂടെ 4 ഓസ്കാർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അനോറയുടെ സംവിധായകനായിട്ടുള്ള ഷോൺ ബേക്കർ. അടുത്ത ചോദ്യം, 2ാമത്തെ ചോദ്യം: ഇന്ത്യാസ് ഫസ്റ്റ് AI പവർഡ് സോളാർ മാനുഫാക്ചറിംഗ് ലൈൻ ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഗുജറാത്ത്. ഓക്കെ, സൂരത്ത്. ഗുജറാത്തിലെ സൂരത്തിലാണ് AI പവർഡ് സോളാർ മാനുഫാക്ചറിംഗ് ലൈൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സൂറത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വജ്രനഗരം എന്നാണ് സൂറത്ത് അറിയപ്പെടുന്നത്. സൂറത്തിന്റെ പഴയ പേര് സൂര്യപൂർ എന്നായിരുന്നു. സൂററ്റ് സ്ഥിതി ചെയ്യുന്ന നദീതീരം താപ്തിയാണ്. താപ്തിയിലാണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂററ്റാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച നഗരം എവിടെയാണ്? അത് സൂററ്റിലാണ്. ജവഹർലാൽ നെഹ്റു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? സൂററ്റിലാണ്. ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്ന സൂററ്റിലാണ്. സൂററ്റിന്റെ പഴയ പേര് എന്താണെന്ന് പറഞ്ഞത്? സൂര്യപൂർ എന്നാണ് സൂററ്റിന്റെ പഴയ പേര്. ഓക്കെ, ഇനി ഗുജറാത്ത്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ പ്രാചീന കാലത്ത് എങ്ങനെയാണ് ഗുജറാത്ത് അറിയപ്പെട്ടിരുന്നത്? ഗുർജരം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ്. 1600 കിലോമീറ്ററോളം കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം അത് ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല, പരുത്തി, ബജ്ര എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഗുജറാത്ത് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന സംസ്ഥാനവും അത് ഗുജറാത്താണ്. സോളാർ നയം, നമ്മളിപ്പോൾ പറഞ്ഞു സോളാർ അല്ലെ, AI പവേർഡ് സോളാർ മാനുഫാക്ചറിംഗ് ലൈൻ ലോഞ്ച് ചെയ്തത് ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. ഈ സോളാർ നയം തന്നെ ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ സംസ്ഥാനം. സിന്ധു നദീതട സംസ്കാര അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനവും അത് ഗുജറാത്താണ്. ഈ നിലവിൽ വന്ന വർഷം 1960 മെയ് 1-നാണ് ഗുജറാത്ത് നിലവിൽ വന്നത്. തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗറാണ് അല്ലെ. ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹം, ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഫ്ലെമിംഗോ, ഔദ്യോഗിക പുഷ്പം മേരിഗോൾഡ്, ഔദ്യോഗിക വൃക്ഷം മാവ്. ഓക്കെ,
ഇങ്ങനൊരു ചോദ്യം എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിലുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഗുജറാത്താണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ ജില്ല ഏതാണത്? എറണാകുളമാണ് കേട്ടോ. ഇന്ത്യയിലെ ഗുജറാത്തും കേരളത്തിലെ എവിടെയാണ്? എറണാകുളവുമാണ്. ഒരു 4 സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഹമ്മദാബാദ്, ഒസാക്ക, കോയമ്പത്തൂർ, കാൺപൂർ. 4 പേര് അല്ലെ. അഹമ്മദാബാദ് ഗുജറാത്തിലെ നമുക്കറിയാം. ഒസാക്ക എവിടെയാണ്? ജപ്പാനിലാണ്. കോയമ്പത്തൂർ തമിഴ്നാടാണ്. കാൺപൂർ ഉത്തർപ്രദേശാണ്. എന്താണ് ഇവർ 4 പേരും തമ്മിലുള്ള റിലേഷൻ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു വേർഡ് എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് വരുത്താവുന്ന ഒരു വേർഡ് ഇതിലുണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഈ 4 പേരും. അഹമ്മദാബാദ്, ഒസാക്ക, കോയമ്പത്തൂർ, കാൺപൂർ. മാഞ്ചസ്റ്റർ, അതായത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ജപ്പാനിലെ ഒസാക്കയാണ്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരാണ്. അപ്പോൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3ാമത്തെ ചോദ്യം. വേർ വാസ് ദ WSDS 2025 ഓർഗനൈസ്ഡ്? എന്താണ് WSDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സബ്മിറ്റ് അല്ലെ. ഉച്ചകോടി എവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് നടന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂ ഡൽഹി. ഓക്കെ. ഡൽഹിയുടെ പഴയ പേര് ഇന്ദ്രപ്രസ്ഥം എന്നായിരുന്നു. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത് 1992 അത് 1991 69ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഡൽഹി ഇന്ത്യയുടെ ഭരണ തലസ്ഥാനമായി മാറിയത്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ഡൽഹിയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരവും എവിടെ തന്നെയാണ്? ഡൽഹി തന്നെയാണ്. ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ഡൽഹിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലാണ് ഏത്? തീഹാർ ജയിൽ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ് അല്ലേ. ഒരുപാട് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ ഉള്ളതാണ് ഡൽഹിയിലാണ് ഒരുപാട് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. രാജ്ഘട്ട്, ശാന്തിവനം, വിജയ്ഘട്ട്, ശക്തിസ്ഥൽ, വീർഭൂമി തുടങ്ങിയവയെല്ലാം എവിടെയാണ്? ഡൽഹിയിലാണ്. രാജ്ഘട്ട് ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിന്റെ അല്ലെ. വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. ഇന്ദിരാഗാന്ധിയുടെയാണ് ഏത്? ശക്തിസ്ഥൽ. രാജീവ് ഗാന്ധിയുടെയാണ് വീർഭൂമി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യം. വാട്ട് ഈസ് എ ബയോട്രിക് റീസെന്റ് സീൻ ഇൻ ന്യൂസ്? നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള ഈ ബയോട്രിക് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ് ചോദ്യം. ബയോട്രിക്. ഓക്കെ. ദ റൈറ്റ് ആൻസർ ഈസ് വേസ്റ്റ് മാനേജ്മെന്റ്. ബയോട്രിക് ഈസ് റിലേറ്റഡ് ടു വേസ്റ്റ് മാനേജ്മെന്റ്. അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ഹോൾഡ് ദ പൊസിഷൻ ഓഫ് ലോ സെക്രട്ടറി ഇൻ ദ കൺട്രി? അതായത് രാജ്യത്തെ നിയമ സെക്രട്ടറി പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ് എന്നാണ് ചോദ്യം. രാജ്യത്തെ നിയമ സെക്രട്ടറി പദവിയിലെത്തുന്ന ആദ്യ വനിത ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഡോക്ടർ അഞ്ജു രതി റാണ. ഓക്കെ. ഇന്ത്യയുടെ പുതിയ നിയമ സെക്രട്ടറി ആയിട്ട് ഡോക്ടർ അഞ്ജു രതി റാണ നിയമിതയായിരിക്കുകയാണ്. രാജ്യത്തെ തന്നെ നിയമ സെക്രട്ടറി പദവിയിൽ എത്തുന്ന ആദ്യ വനിതയാണ് ആര്? ഡോക്ടർ അഞ്ജു. ഓക്കെ. നിതേൻ ചന്ദ്രയുടെ പിൻഗാമിയായിട്ടാണ് നിയമനം. ലീഗൽ സർവീസ് ഓഫീസറായിട്ടുള്ള അഞ്ജു നിയമകാര്യ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. 18 വർഷം ഡൽഹി സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് സേവനമനുഷ്ഠിച്ച അഞ്ജു 2017 ജോയിന്റ് സെക്രട്ടറിയായാണ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ഭാഗമാകുന്നത്. അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യമാണ് അല്ലേ. വിച്ച് നാഷണൽ പാർക്ക് ഇൻ മധ്യപ്രദേശ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ 58th ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യ? ഏത് നാഷണൽ പാർക്കാണ്? മധ്യപ്രദേശിലെ ഏത് നാഷണൽ പാർക്കാണ് 58ാമത്തെ ടൈഗർ റിസർവേഷൻ സെന്റർ ആയിട്ട് ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവേഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്? ഏത് നാഷണൽ പാർക്കാണ് എന്നാണ് ചോദ്യം. ഏത് നാഷണൽ പാർക്കാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മാധവ് നാഷണൽ പാർക്ക്. മാധവ് നാഷണൽ പാർക്ക് in Madhya Pradesh. Madhav in Madhya Pradesh, right? Le Madhav National Park in Madhya Pradesh has been declared as the 50th Tiger Reserve of India. പ്രത്യേകതയാണ് മധ്യപ്രദേശിനോട് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. കടുവ സംസ്ഥാനമാണ്. സോയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ സോയ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും മധ്യപ്രദേശ് തന്നെയാണ്. വനവിസ്തൃതിയിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏതാണ്? മധ്യപ്രദേശ് തന്നെയാണ്.
പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സോയാ സംസ്ഥാനം എന്ന് മധ്യപ്രദേശ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സിംഗൌളി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. കബീർ സമ്മാനം, കാളിദാസ് പുരസ്കാരം, താൻസൻ സമ്മാനം എന്നീ പുരസ്കാരങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് ഇത് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം അത് ഏതാണ്? മധ്യപ്രദേശാണ്. നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 തന്നെയാണ്. സംസ്ഥാന മൃഗം ഏതാണ്? സ്വാം ഡിയർ ആണ്. സംസ്ഥാന പക്ഷി ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ. ഓക്കെ. സംസ്ഥാന പുഷ്പം പാരറ്റ് ട്രീ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. വേർ വാസ് ദ വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് 2025 ഓർഗനൈസ്ഡ്? വേൾഡ് പാരാ അത്ലറ്റിക്സ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. The right answer is ന്യൂ ഡൽഹി. വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് 2025 ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യൂ ഡൽഹിയിലാണ്. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ടോപ്ഡ് ദ മെഡൽ ടാലി ഇൻ ദ വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് 2025? നമ്മൾ പറഞ്ഞല്ലോ വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് 2025 ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലാണെന്ന് പറഞ്ഞു. ഏത് രാജ്യമാണ് അതിൽ ടോപ്പായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏത് രാജ്യമാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ. ഓക്കെ. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം. ആപ്പാർ ID that was recently seen in the news is part of which initiative? APAAR. ആധാർ അല്ല കേട്ടോ. APAAR. ആപ്പാർ ID that was recently seen in the news is part of which initiative? The right answer is One Nation, One Student ID. Okay. അവസാനത്തെ ചോദ്യം, പത്താമത്തെ ചോദ്യം. വിച്ച് ഇന്ത്യൻ ടെലികോം കമ്പനി ഹാസ് പാർട്ട്നേർഡ് വിത്ത് സ്പേസ് എക്സ് ഫോർ ഹൈ സ്പീഡ് ഇന്റർനെറ്റ്? അതായത് ഏത് ഇന്ത്യൻ കമ്പനിയാണ്, ഏത് ഇന്ത്യൻ ടെലികോം കമ്പനിയാണ് സ്പേസ് എക്സ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടി? ഹൈ സ്പീഡ് ഇന്റർനെറ്റിന് വേണ്ടിയിട്ട്. ഏത് ഇന്ത്യൻ കമ്പനിയാണ്? ദി റൈറ്റ് ആൻസർ ഈസ് എയർടെൽ. ഓക്കെ. എയർടെൽ ഹാസ് പാർട്ട്നേർഡ് വിത്ത് സ്പേസ് എക്സ് ഫോർ ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. നമുക്കറിയാം ഇപ്പോൾ ഈ മാസത്തിൽ സ്പേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് കൂടുതലും നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നത്. നാസ, സുനിത വില്യംസ്, ISR തുടങ്ങി കുറേ ഒരുപാട് വാർത്തകളുണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ അറിയാനായിട്ട് നാസയുടെ സ്ഫിയറെക്സ് ടെലസ്കോപ്പ് ദൗത്യം മാർച്ച് 12 വിക്ഷേപിച്ചിട്ടുണ്ട്. കാലിഫോർണിയയിൽ നിന്ന് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ദൗത്യത്തിന്റെ വിക്ഷേപണം നടന്നിട്ടുണ്ടായിരുന്നത്. 2 വർഷം നീളുന്നതാണ് ദൗത്യം. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ബിഗ് ബാങ് സ്ഫോടനത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് അറിയുകയാണ് ദൗത്യ ലക്ഷ്യം. സൂര്യന്റെ അന്തരീക്ഷം, സൗരവാതം എന്നിവ പഠിക്കാൻ ലക്ഷ്യമിട്ട് 4 ചെറിയ ഉപഗ്രഹങ്ങളും സ്ഫിയറെക്സ് ദൗത്യത്തിനൊപ്പം വിക്ഷേപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹിരാകാശത്ത് ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കുന്നതിന് നമ്മൾ ഡോക്കിംഗ് എന്ന് പറയാം, വേർപ്പെടുത്തുന്നതിന് എന്തെന്ന് പറയാം? അൺഡോക്കിംഗ് എന്ന് പറയാം. അപ്പം ഇത് ചെയ്താണ് ചരിത്ര നേട്ടം ISR കുറിച്ചിട്ടുള്ളത്. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുൻപ് ഈ സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുൻപ് ഈ സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത് അല്ലേ. സ്പേസ് എക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെയാണ് ISR ഭ്രമണപഥത്തിൽ വിജയകരമായിട്ട് യോജിപ്പിക്കുകയും വേർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ ബഹിരാകാശത്ത് ഡോക്കിംഗ്, അൺഡോക്കിംഗ് സാങ്കേതിക വിദ്യകൾ കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സ്പെഷ്യാലിറ്റി, ഒരു കറണ്ട് അഫയേഴ്സ് വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച പഠന സ്ഥാപനങ്ങളുടെ പട്ടിക ഉൾപ്പെടുന്ന QS ലോക റാങ്കിങ്ങിൽ പുതിയ പതിപ്പിൽ ഇന്ത്യയിൽ നിന്നുള്ള 79 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. QS റാങ്കിങ്ങിൽ 79 ഇന്ത്യൻ എൻട്രീസ് ആണ് വന്നിട്ടുള്ളത്. വിവിധ വിഷയ വിഭാഗങ്ങളിലായി ലോകത്തെ മികച്ച 550 സർവകലാശാലകളുടെ പട്ടികയാണ് QS പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് 9 സ്ഥാപനങ്ങൾ ആദ്യ 50 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വലിയൊരു കാര്യം തന്നെയാണത് അല്ലേ. ലണ്ടൻ ആസ്ഥാനമായുള്ള QS ലോക റാങ്കിങ്ങിന്റെ 15ാം പതിപ്പാണ് ഇത്തവണ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര എൻട്രിയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്? 79 ഇന്ത്യൻ എൻട്രീസ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഓക്കെ.
ഓക്കെ, അപ്പം നമ്മൾ മാർച്ച് മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. മാർച്ച് 17 തൊട്ട് 23 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.